ആരും തന്നെ ഒരു തലമുറ ആണും പെണ്ണുമായിട്ട് ഇവിടെ ഇനി ഉണ്ടാവരുത്. നല്ല യുവത്വം സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഗുണകരമായി മാറേണ്ട ഏഹ്, ഒരു തലമുറ, അടുത്ത തലമുറ ഇനി ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ യുവത്വത്തെ മയക്കുമരുന്നിൽ മുക്കി കൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഇല്ല എന്ന് പറഞ്ഞവർ ഏറെ നിശബ്ദരായിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഒക്കെ തന്നെ പാലാപിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ കേരളം അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ആളുകൾ, അദ്ദേഹത്തിനെതിരെ ജാഥ നയിച്ചവർ ഒക്കെ തന്നെ ഇപ്പോൾ മൗനത്തിലാണ്. മുഖ്യമന്ത്രി ഇന്നൊരു കണക്ക് പറഞ്ഞിരിക്കുന്നു. അത് ആഗസ്റ്റ് 29 വരെയുള്ള കണക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2021 5334 കേസുകളാണ് കേരളത്തിൽ നാർക്കോട്ടിക്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിൽ ഇന്ന് അത് 2022 ആയപ്പോഴത്തേക്ക് 16,128 കേസുകൾ, അതായത് 3 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെല്ലാം തന്നെ 16നും 22നും ഇടയിലുള്ള യുവതി യുവാക്കളാണ് ഇതിൽ അകപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മുൻകാലങ്ങളിൽ യുവാക്കളായിരുന്നു ഇതിൽ കൂടുതൽ അഡിക്റ്റ് ആയിരുന്നതെങ്കിൽ ഇപ്പോൾ യുവതികളും, ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനികളും വരെ ഇതിൽ അകപ്പെട്ടിരിക്കുന്നു. അതാണ് ഭീകരമായി മാറിയിരിക്കുന്നത്. ഇത് ഒരു ഇപ്പോഴത്തെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിന്റെ ആൾക്കാരുടെ അവർ തന്നെയാണ് ഇതിന്റെ മുൻപന്തിയിൽ തന്നെ ഒക്കെ തന്നെയും ഉള്ളത്. സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. അവസാന ആളുകളെ മാത്രമാണ് പിടികൂടപ്പെടുന്നത്. ഒന്നെങ്കിൽ ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ ചില്ലറ വിൽപ്പനക്കാർ, കരിയർമാരായി മാറിയിരിക്കുന്നവർ, അവരെ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. അതായത് ഈ കരിയർമാരായി അല്ലെങ്കിൽ ചില്ലറ വിൽപ്പനക്കാരോ ഈ രംഗത്തേക്ക് ലാഭം പ്രതീക്ഷിച്ച് വന്നതല്ല. ഇവർ ആദ്യം മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു. പിന്നെ ഇതിന് പണം ഇല്ലാതെ വരുമ്പോൾ ഇവർ ഇതിന്റെ കരിയർമാരോ ചില്ലറ വിൽപ്പനക്കാരോ ആയി മാറുന്നു. അങ്ങനെയാണ് ഇതിൽ വന്നുപെടുന്നത്. ഇതിൽ ഏറെയും പെൺകുട്ടികൾ ഇതിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഈ പെൺകുട്ടികളെ ഇതിനകത്ത് അകപ്പെടുത്തുന്നത് പ്രണയത്തിലൂടെയാണ്. പ്രണയത്തിലൂടെ കൊണ്ടുവന്നതിന് ശേഷം മയക്കുമരുന്നിന് അടിമയാക്കുകയും തുടർന്ന് അവളെ കരിയറും വിൽപ്പനക്കാരിയും ആക്കി മാറ്റുന്നു. ഇതിലൂടെ ഇവർ 3 കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന് പ്രണയത്തിലൂടെ മതം മാറ്റുന്നു, ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു. മൂന്നാമത് ഇവരുടെ സുഗമമായിട്ട് ഇവരുടെ മയക്കുമരുന്നിന്റെ കച്ചവടത്തിന് ഉപയോഗിക്കുന്നു. അതായത് ഈ പെൺകുട്ടിയെ ഇവൻ പ്രണയിച്ച് ഭാര്യയോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറോ ആയിട്ട് അവർ ജീവിക്കുന്നു. ഇപ്പോൾ പ്രണയിച്ച് മതം മാറ്റി വിവാഹം കഴിച്ച് ഭാര്യയാക്കുകയാണെങ്കിൽ ഒരിക്കലും നല്ല ഒരു ഭർത്താവ്, നല്ലൊരു കാമുകൻ ഒരിക്കലും തന്റെ കാമുകിയോ തന്റെ ഭാര്യയോ ഒരിക്കലും ഒരു കേസിൽ പെടുത്താൻ ഒരിക്കലും ഒരു ചീത്ത മാർഗത്തിലേക്ക് തന്റെ ഭാര്യയെ കൊണ്ടുപോകില്ല. താൻ എത്ര കണ്ട് മോശം മാർഗത്തിലൂടെ പണമുണ്ടാക്കി തന്റെ കുടുംബത്തെ പോറ്റിയാലും ശരി, തന്റെ ഭാര്യയോ മക്കളെയോ അദ്ദേഹം ഒരു കാരണവശാലും ഇത്തരത്തിൽ നമ്മൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിലൊക്കെ അതാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് നേരെ മതം മാറ്റി വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ഉടൻ തന്നെ ഇതിന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിലൂടെ അവളെ മതം മാറ്റുന്നു, പിന്നെ അവളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ സാധിക്കുന്നു. ഇവര് ആ ഗ്യാങ്ങിൽപ്പെട്ടവർ, ഇവരുടെ കൂട്ടുകാർ എല്ലാവരും തന്നെ ലൈംഗികമായി ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെ നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴുള്ള നിലവിൽ ഒരു പെൺകുട്ടിയെ ഒരിക്കലും ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ പോലും ശരീര പരിശോധന നടത്താനോ അവളുടെ ബാഗ് പരിശോധന നടത്താനോ ഒരിക്കലും സാധിക്കില്ല. പണ്ട് കാലങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താലും ഉടനെ അത് സദാചാര പോലീസ് മുദ്രകുത്തി അവർ പ്രതികളാവുന്ന ഒരു കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ ശരീരത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചാലോ ബാഗിൽ ആക്കിയാലോ ഇവരെയും കൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഇവർ വളരെ സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇത് ഒരു പെൺകുട്ടി പോലും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാവരും തന്നെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. അതെല്ലാം നല്ല കുടുംബങ്ങളിലുള്ളതും നല്ല രീതിയിൽ പഠിക്കുന്നതുമായിട്ടുള്ള കുട്ടികളാണ് ഇതിലേറെയും. ഇവിടെ ഈ വർഷത്തെ ഒരു അനൗദ്യോഗിക കണക്ക് പ്രകാരം കഴിഞ്ഞ അവസാന 3 വർഷങ്ങളിലുള്ളതിന്റെ 10 ഇരട്ടിയോളം കുട്ടികളാണ് ലഹരി വിമോചന ചികിത്സാ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടി മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി പോലീസിന്റെ സഹായത്തോടുകൂടി ചികിത്സ തേടി എത്തിയിരിക്കുന്നത്. തങ്ങളുടെ മക്കളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ അനുജത്തിയുടെയോ അനുജന്റെയോ ഭാവി, കുടുംബത്തിന്റെ സൽപ്പേര്, അപമാനം ഇതെല്ലാം ഭയന്നുകൊണ്ട് ഇത്തരം കുട്ടികളുടെ വിവരങ്ങൾ ഇവർ പുറത്താക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. അത്തരം റിക്വസ്റ്റുകളോട് കൂടിയാണ് ഇത്തരം ലഹരി വിമോചന ചികിത്സാ കേന്ദ്രങ്ങളിൽ കുട്ടികളുമായി ഇവർ എത്തുന്നത്. അതിന്റെ കണക്ക് കഴിഞ്ഞ ഈ 3 വർഷങ്ങളിലുള്ള കാര്യന്റെ 3 ഇരട്ടിയോളമാണ് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും വളരെ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഏറ്റവും ഇവിടെ നിഷ്ക്രിയമാണ് ഭരണകൂടം, നിഷ്ക്രിയമാണ് ഈ പോലീസ്. ഇതെല്ലാം പേരിന് വേണ്ടി ഇപ്പൊ നമ്മൾ കണ്ടു, നമ്മളുടെ ഒരു സാധാരണ ഒരു പൗരന്റെ അവസാന ആശ്രയമാണ് കോടതിയും പോലീസും.
അതെ, കോടതിയുടെ വിധികൾ എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പോലീസിലും മയക്കുമരുന്നും തീവ്രവാദം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തൊടുപുഴയിൽ മയക്കുമരുന്നുമായി ഒരു പോലീസുകാരനെ പിടികൂടിയത് സത്യസന്ധരായ കുറച്ച് ഉദ്യോഗസ്ഥർ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അല്ല എങ്കിൽ തക്ക സമയത്ത് ഈ വിവരം മാധ്യമങ്ങളുടെ കയ്യിൽ ചോർത്ത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് പൊതുസമൂഹം അറിഞ്ഞത്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മൂടി വെക്കപ്പെടുമായിരുന്നു. ഇപ്പൊ തന്നെ ആ കേസ് അട്ടിമറിക്കപ്പെടാൻ പോവുകയാണെന്നുള്ള ഇന്ന് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കേവലം ഏറ്റവും അവസാനത്തെ കണ്ണിയെ മാത്രം, അതായത് ചില്ലറ വിൽപ്പനക്കാരൻ, ഉപഭോക്താവ്, കരിയർ, ഇതിനു വേണ്ടി വന്ന് വീണവർ. ഈ പെൺകുട്ടി, ഇതിൽ പിടിക്കപ്പെടുന്ന പെൺകുട്ടിയൊന്നും ഈ ലഹരി MDMA സ്റ്റാമ്പോ LSDയോ എന്തുമായിക്കൊള്ളട്ടെ, ഇതൊന്നും രുചിച്ച് നോക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇതിൽ വന്ന് പെട്ടതല്ല. ഇവൾ അറിയാതെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഇവളെ കൊടുത്ത് ഇതിനെ അടിമയാക്കി പിന്നെ ഇവൾക്ക് ഇതില്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതിൽ എത്തിപ്പെടുന്നു. പിന്നെ കാമുകന്റെയോ ഭർത്താവിന്റെയോ നിർദ്ദേശപ്രകാരം അല്ല എങ്കിൽ ഇതിനു വേണ്ടി മാത്രം ഇവൾ ഇത്തരം കാര്യങ്ങളുമായി സഞ്ചരിക്കുവാനും ചില്ലറമായിട്ട് വിൽക്കാനും അവൾ നിർബന്ധിതരാകുന്നു. ഇത്തരം കേസ് പിടിക്കപ്പെടുമ്പോൾ ഇവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2022 16,000 കേസുകൾ, 28 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി 4 മാസം ബാക്കി നിൽക്കുന്നു എന്ന് ഓർക്കണം. അപ്പോൾ ഈ കണക്ക് 25,000 എത്തും. ഈ രീതിയിലുള്ള ഗ്രാഫാണ് പോകുന്നെങ്കിൽ 25,000 എത്തും. നിങ്ങൾ ഈ 16,128 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോഴും ഇതിൽ ഇത് എവിടെയെങ്കിലും ഇവർക്ക് ആരാണ് കൊടുത്തത് എന്നൊരു ചോദ്യം, ഒരു കണ്ണിയെപ്പോ ഒരാളെ പോലും ഇവർക്ക് എവിടുന്ന് കിട്ടി? അങ്ങനെ ഈ ഇത്തരം കേസുകളിൽ, ഈ 16,000 കേസുകളിൽ ഒരു കേസിൽ പോലും ഇതിന് കൊടുത്ത ഒരാളെ, അയാൾക്ക് ആര് കൊടുത്തു, അയാൾക്ക് ഏത് വ്യക്തി സോഴ്സിൽ നിന്ന് കിട്ടി എന്ന ചോദ്യം ഒന്നും ഇവർ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു +2 വിദ്യാർത്ഥിനിയായ തൃശ്ശൂർക്കാരിയായ ഒരു കൊച്ചുകുട്ടി, അവൾ ഇൻസ്റ്റഗ്രാമിലെ ഒരു വീഡിയോ ചാറ്റിനിടയിൽ അവർ മാർട്ടിൻ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു ബ്ലോഗറുമായിട്ട്, മയക്കുമരുന്ന് അടിമയായിട്ടുള്ള ഒരു ബ്ലോഗറുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നു. അത് പുറത്തു വന്നതുകൊണ്ട്, നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. മട്ടാഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പക്ഷെ മട്ടാഞ്ചേരി പോലീസിന് അറിയാലോ, ഈ മാർട്ടിൻ മട്ടാഞ്ചേരി എന്ന് പറയുന്ന ആൾക്ക് അയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു, ഞാൻ ദിവസവും ഉപയോഗിക്കും, സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഈ മയക്കുമരുന്നും കഞ്ചാവും കിട്ടുന്നത്? അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഈ മട്ടാഞ്ചേരിയിൽ തന്നെ താമസിക്കുന്ന ഇയാൾക്ക് എവിടുന്നാണ് ഇത് കിട്ടുന്നത്? അദ്ദേഹത്തിന് കൊടുത്ത ഒരാളെയെങ്കിലും മട്ടാഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തോ? പക്ഷെ പോലീസിന് അറിയാം മട്ടാഞ്ചേരി ഏതൊക്കെ. അതായത് ശ്രീ കെവിൻ പറയുന്നത് ഈ സംവിധാനത്തോടൊക്കെ ഒപ്പം പോലീസ് സംവിധാനവും അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു അരാജകത്വമാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നാണ് അല്ലെ? ഇതിനകത്ത് പോലീസ് സംവിധാനത്തെ അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്, പൂർണ്ണമായിട്ടും എക്സൈസ് സംവിധാനത്തെ, പോലീസ് സംവിധാനത്തെ അല്ല. അവർക്ക് പരിമിതികളുണ്ട്, അവർക്ക് ഭാര്യയും മക്കളുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നത് നമ്മൾ എല്ലാവരും കണ്ടു. ഒരു മയക്കുമരുന്നിന് അടിമയായ ഫുൾ ഫിറ്റിലിരിക്കുന്ന ഒരുത്തൻ അവനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെയ്യപ്പെടുന്ന 2 പോലീസുകാരോട് പറയുന്നു, നിന്നെയൊക്കെ ഞാൻ തീർത്ത് കളയും, നിന്നെയൊക്കെ ഞാൻ കൊന്നു കളയുമെന്നും പറയുന്നു. പിറ്റേ ദിവസം മറ്റൊരു വീഡിയോ കൂടെ ചേർത്ത് പോലീസുകാർ ആ വീഡിയോ ഇട്ടിരുന്നു. ഫിറ്റെല്ലാം മാറിയപ്പോഴത്തേക്ക് അവൻ പറയുന്നു, എനിക്ക് ഇതിനുള്ള ധൈര്യമൊന്നുമില്ല, ഞാൻ ഇത് ഫിറ്റായിരുന്നുകൊണ്ട് പറഞ്ഞു പോയതാന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അതായത് ഒരു പോലീസുകാരന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ തീർത്ത് കളയുവിടാ എന്ന് തെറി കൂടെ പറയുന്നുണ്ട് അവൻ. അത് പറയാൻ അവന് ധൈര്യം കിട്ടിയത് ഈ മയക്കുമരുന്ന് അവന്റെ സിരയിൽ ഉള്ളത് കൊണ്ടാണ്. പണ്ടൊരു മദ്യപാനിയെ കണ്ടിരുന്നെങ്കിൽ അവന്റെ കണ്ണുകൾ ചുമന്നിരിക്കും, അവന്റെ നാക്കുകൾ കുഴയും, സംസാരം കണ്ടാൽ നമുക്കറിയാം, അവൻ ആടും, അവന് നിലത്ത് കാലുകൾ ഉറക്കില്ല. പക്ഷെ ഇന്ന് ആരൊക്കെയാണ് കഴിച്ചിരിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. കണ്ണുകൾ ചുമന്നിരിക്കുന്നത് മാറ്റാൻ പോലും വീട്ടുകാര്, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മാതാപിതാക്കൾ അറിയാതിരിക്കാൻ പോലും മരുന്നുകളുണ്ട് കണ്ണിൽ തേൽക്കാൻ. തുറുമ പോലുള്ള മരുന്നുകളുണ്ട് ചരിക്കും. അപ്പോൾ ഈ മനസ്സിലാക്കേണ്ടത്, ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഈ പോലീസുകാർക്കും കുടുംബമുണ്ട്, അവരെയും ഭീഷണിപ്പെടുത്തും. അവരുടെ മക്കൾക്ക് നാളെ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നു, അവർ ധൈര്യമായിട്ട് ഇറങ്ങില്ല. ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അവരുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അവർക്ക് പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവണം. സർക്കാർ ഇതിൽ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കണം. സർക്കാർ കൊടുക്കുന്നില്ല. അവരുടെ സർക്കാരിനെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടി കൊടുക്കുന്നില്ല. ഇതൊക്കെ കൊടുക്കാത്തതിനെ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം അനങ്ങുന്നില്ല. പോലീസിനെ എക്സൈസിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം?